ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ടവർ ചെയ്യാനായിരുന്നു. അതിനുവേണ്ടി ഞാൻ കുറച്ച് ജിപ്സി ഫ്ലവർ വാടാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിനകത്താക്കി സൈഡിലോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കനമുള്ള തെർമോക്കോൾ എടുത്തിട്ട് അതിനകത്തൊരു കേക്കിൻ്റെ ബേസ് എടുത്തിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് മുറിച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഇതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് എന്ന് പറഞ്ഞ് ഒരു 3 ലെവലിലുള്ള തെർമോക്കോൾ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് പാത്രത്തിൻ്റെ അടപ്പും അല്ലെങ്കിൽ കേക്ക് ടിന്ന് ചെറുതും വലുതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പാത്രത്തിൻ്റെ അളവും കേക്കിൻ്റെ ബേസ് ബോർഡുമാണ് എടുത്തേക്കുന്നത്. ഇതിങ്ങനെ അതിൻ്റെ അടിയിൽ ഫസ്റ്റ് ബേസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക, അതിൽ നിന്ന് അത് ഇളക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും വലുത് വേണം ഒട്ടിച്ച് പോവുക. ആദ്യം അത് ഒട്ടിക്കുക. പിന്നെ ഇതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഇതേ സെയിം തന്നെ നമ്മൾ ഒട്ടിച്ചു. ഇതേ കണക്ക് തന്നെ ഡബിൾ ടേപ്പ് ഒട്ടിക്കുക. പിന്നെ അതിൻ്റെ മേളിലായിട്ട് നമ്മൾ തെർമോക്കോൾ ഒട്ടിക്കുക. ഒട്ടിച്ച് ഫൈനലി മേളത്തെ ലെയറും കൂടെ ഒട്ടിച്ച് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വൃത്തികേടായിട്ടുള്ള ഭാഗങ്ങൾ, പൊന്നിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കുക. എന്നിട്ട് ഇത് വീഴത്തില്ല, നമ്മൾ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്, വീഴത്തില്ല. എന്നാലും കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റിക്ക് അതിൻ്റെ നടുക്കോട്ട് വെച്ച് പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. മാക്സിമം നല്ല അകത്തോട്ടാക്കിയിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് പൊട്ടിച്ചളയാം. അതിനുശേഷം നമ്മളൊരു ടേപ്പ് എടുത്തിട്ട് ചുറ്റും ഇങ്ങനെ ഒട്ടിക്കുക. കാരണം നമ്മളിനി ചോക്ലേറ്റ്സ് ഒട്ടിക്കുമ്പം ഒരു കുറച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ചുറ്റും ഇങ്ങനെ നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് ഒട്ടിക്കുക. ഓരോ ലെയറിൻ്റെയും വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോ ലെയറിൻ്റെയും മുകളിലും താഴെയായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക. അങ്ങനെ 3 ലെയറിലുമായിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനകത്ത് ഒട്ടിക്കുന്നത് നമ്മൾ ഡെയറി മിൽക്കും കിറ്റ്കാറ്റും ആണ് വെക്കുന്നത്. താഴെ ഡെയറി മിൽക്ക് വെക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ ഡെയറി മിൽക്ക് ചുറ്റും നമ്മൾ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒട്ടിക്കുക. ഇങ്ങനെ ചുറ്റും അതിൻ്റെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചുറ്റും ഇങ്ങനെ ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത ലെയറായിട്ട് നമ്മൾ കിറ്റ്കാറ്റായിരുന്നു ഒട്ടിക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ. ഞാൻ താഴെ യൂസ് ചെയ്തിരിക്കുന്ന ഡെയറി മിൽക്ക് 10-ൻ്റെയും മേളിൽ യൂസ് ചെയ്തിരിക്കുന്ന 20-ൻ്റെയും കിറ്റ്കാറ്റാണ്. നല്ല രീതിയിൽ ഗ്യാപ്പ് വരുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ നമ്മൾ ടോപ്പ് ലെയറായിട്ട് ഞാൻ ഡെയറി മിൽക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതും 10-ൻ്റെ ഡെയറി മിൽക്കാണ്. ഇതും ചുറ്റും ഇങ്ങനെ കറക്കി ഫിനിഷ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലെയറിൻ്റെയൊക്കെ താഴെയായിട്ട് കുറച്ച് സ്പേസ് കാണും, അവിടെയും നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുക. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ റൗണ്ട് ചോക്ലേറ്റ് ഗോൾഡാണ് ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. കാരണം ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ജിപ്സി ഫ്ലവേഴ്സ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ചോക്ലേറ്റിനകത്ത് ഒട്ടിക്കുന്നത്. താഴെ ഇത് കണക്ക് തന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ റൗണ്ട് ചോക്ലേറ്റ് ഒട്ടിക്കുന്നത്. ടോപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് ചോക്ലേറ്റാണ്. അതിങ്ങനെ ചുറ്റും റൗണ്ട് ചെയ്ത് ഒട്ടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞുള്ള ഒരു റിബൺ നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അതിന് ഡബിൾ സൈഡ് ടേപ്പ് ആദ്യം ഒട്ടിച്ചിട്ട് പിന്നെ ചുറ്റും കറക്കിയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പിന്നെ അത് പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. കാരണം ഇത് ഇച്ചിരി ലോങ് പോകേണ്ട ഒരു ഓർഡറാണ്. കസ്റ്റമർ വീട്ടിൽ വന്ന് തന്നെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഇത് നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് എടുത്തതിന് ശേഷം
നമ്മളൊന്ന് കറക്കി ഇറക്കി നോക്കുക, ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക. കൊള്ളാം, അടിപൊളി ആയിട്ട് നമുക്ക് ഫൈനലായിട്ട് നമ്മൾ ജിപ്സി ഫ്ലവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ചുറ്റും ഇങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേളിൽ ഫൈനലായിട്ട് നമ്മളൊരു ടോപ്പറും വെച്ച് ഈ ചോക്ലേറ്റ് ടവറിനെ ഒന്നും കൂടി ഭംഗി കൂട്ടിയിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?